ശബരിമലയിലേക്കുള്ള വഴികൾ നീളുന്നത് പോലെ തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ നാൾ വഴികളും നീണ്ടു നീണ്ടു വരും. സ്വർണ്ണപ്പാളികളിൽ നിന്ന് മാറ്റി കട്ടളയും പടിയിൽ നിന്നും മാറി കുടിമരത്തിലോട്ട് കയറിയ സ്വർണ്ണക്കൊള്ള ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ വിവരമനുസരിച്ചിട്ട് ശബരിമലയുടെ മേൽക്കൂരയും കൊള്ളക്കാർ അടിച്ചു മാറ്റിയോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. കഴിഞ്ഞ മാസം ശബരിമല സന്ദർശിച്ച ഒരു പത്രപ്രവർത്തകൻ എന്നോട് പറഞ്ഞിരുന്നു, ശബരിമലയുടെ മേൽക്കൂരയിൽ സ്വർണ്ണ നിറം വരേണ്ടടുത്ത് പലയിടത്തും കറുത്ത നിറം കാണുന്നു എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം അന്വേഷിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് അത് ഭക്തർ കൊണ്ടുവരുന്ന നെയ് അതിന്റെ പുറത്തൊഴിച്ചത് കൊണ്ടുണ്ടായ കറുത്ത നിറമാണെന്ന്. വളരെ അവിശ്വസനീയമായ ഒരു കാര്യമാണ് നടന്നത്. കാര്യം 20ഓളം തവണ ശബരിമല ദർശനം നടത്തിയിട്ടുള്ള എനിക്ക് ഏതെങ്കിലും ഭക്തരെ ശബരിമലയുടെ മേൽക്കൂരയിലേക്ക് നെയ് ഒഴിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അത്തരം ഒരു കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമായിരുന്നു. മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അത്തരം കാര്യം സംശയിക്കാമായിരുന്നു. പക്ഷേ ശബരിമലയിൽ നടന്ന ഈ കൂട്ട സ്വർണ്ണക്കൊള്ളയിൽ ഈ കൊള്ളക്കാരെല്ലാം ശബരിമല അയ്യപ്പന്റെ മേൽക്കൂരയും സ്പെയർ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. എന്തായാലും ശബരിമലയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഉദ്യോഗസ്ഥരുമെല്ലാം സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. ഇന്നലെ നട തുറന്നു 1-ാം തീയതി. അതിന്റെ അന്വേഷണങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 2-3 സ്ഥലങ്ങളിൽ കറുത്ത പാടുകൾ വളരെ വലുതായിട്ട് വ്യക്തമായിട്ട് കാണാമെന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന പ്രത്യേകത. അത് ചില കെമിക്കൽസ് ഉപയോഗിച്ച് നടത്തിയ അട്ടിമറിയാണോ എന്നുള്ള ഒരു സംശയവും അവിടെ നിലനിൽപ്പുണ്ട്. സ്വർണത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന കെമിക്കലുകൾ സ്പ്രേ ചെയ്തുണ്ടാക്കിയതാവാൻ സാധ്യതയുണ്ട്. സ്വർണത്തിന്റെ പാളികൾ ഇളക്കി അവിടെ ചോർച്ച ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. ചോർച്ച ഇടയ്ക്ക് ശബരിമലയുടെ സന്നിധാനത്ത് അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുകളിൽ ചോർച്ച ഉണ്ടായതായിട്ടും ആ ചോർച്ച പരിഹരിച്ചതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഈ ചോർച്ച പരിഹരിക്കാൻ കയറിയവർ വരുത്തിയ വിനയാണോ, എവിടെയാണ് ആ മോഷണം നടന്നതെന്നുള്ള കാര്യത്തിൽ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും വളരെ ആകാംക്ഷയിലാണ്. ഭക്തജനങ്ങളും വളരെ ആകാംക്ഷയിലാണ്. ഇനി ശബരിമലയിലെ അയ്യപ്പന്റെ വിഗ്രഹം തന്നെ അവിടെ ഇരിക്കുന്നത് ഒറിജിനൽ ആണോ എന്നുള്ള രീതിയിൽ സംശയിക്കത്തക്ക രീതിയിലാണ് നമ്മൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് മാതിരി ശബരിമലയിലെ മേൽശാന്തിമാരെ ഇതുവരെ ഈ കഴിഞ്ഞ 25 വർഷങ്ങളായിട്ടുണ്ടായിരുന്ന മേൽശാന്തിമാരിൽ പലർക്കും ഇത്തരം ഇതിനെ പറ്റിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അവരെ ഒന്നും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയോ സാക്ഷികളാക്കുകയോ പോലും ചെയ്തിട്ടില്ല. ഇക്കാര്യത്തിലെ അന്വേഷണ സംഘത്തിന് പൂണൂലിട്ടവരെ ഒരു പേടിയുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയം. ശബരിമല തന്ത്രി അറസ്റ്റ് ചെയ്ത് 41 ദിവസം ജയിലിലടച്ചു. എന്നിട്ട് അദ്ദേഹത്തിൽ നിന്ന് എന്ത് വിവരമാണ് SITക്ക് ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ SIT നിശബ്ദമാണ്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ സംസ്ഥാന ഗവൺമെന്റുകളുടെ അത് UDF ആയാലും LDF ആയാലും മുന്നോട്ട് പോകുന്നത് വളരെ പതുക്കെയാണ്. അതിന് 2 മുന്നണികളുടെയും നിലപാടുകൾ സംശയം ജനിപ്പിക്കുന്നുണ്ട്. 1, 2, 3 ഈ സമയത്തുണ്ടായിരുന്ന 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും LDFന്റേതായിരുന്നു. ഈ ശബരിമല കൊള്ളക്കാരുമായിട്ട് കോൺഗ്രസ് നേതാവ് ശ്രീമതി സോണിയാഗാന്ധിക്കുള്ള ബന്ധം പലപ്പോഴും ചിത്രീകരിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലോട്ട് കൂടുതൽ കടക്കാൻ UDF സർക്കാരും തയ്യാറാവുന്നില്ലെങ്കിൽ ശബരിമല അയ്യപ്പന്റെ കൊള്ള എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു വ്യക്തതയില്ല. എന്തായാലും ഒരു CBI അന്വേഷണം വരുന്നത് വരെ ഈ കാര്യങ്ങൾ ഇങ്ങനെ മുടന്തി പോകും എന്നാണ് നമുക്ക് പറയാനുള്ളത്. നന്ദി.